എന്നാൽ ശബ്ദത്തേക്കാൾ ഏറ്റവും ശക്തമായ ഒരു ആത്മീയ ആയുധമാണ് ശ്വാസം, നിശ്വാസം. അതിലൂടെ ആത്മീയ ശക്തിയുടെ വലിയ പ്രവാഹം ഉണ്ടാകും. ഈ ശബ്ദത്തേക്കാൾ കൂടുതൽ ശക്തമാണ് ശ്വാസം. അതുകൊണ്ടാണ് ഈശോ അവരുടെ മേൽ നിശ്വസിച്ചു എന്നൊക്കെ പറയുന്നത്, അതായത് ശ്വാസം. അപ്പോൾ ശബ്ദം കൂടാതെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്വാസഗതിയൊക്കെ മാറും. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ശ്വാസത്തിൽ ലയിക്കും. അങ്ങനെ ശ്വാസം ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പടരുമ്പോൾ അവിടെ വലിയ ഭയങ്കര മാറ്റമാണ്. ഈ എന്താ പറയുന്നത്, ഈ ബൈൻഡിങ്, അതായത് പൈശാചിക ശക്തികളെ പെട്ടെന്ന് ഇത് തുരത്തി ഓടിക്കും.